അപ്പം മച്ചാമാരെ, നമ്മുടെ പത്തനംതിട്ടക്കാർക്ക് സന്തോഷത്തിന്റെ നാളുകളാണ് ഇനിയും. കാരണം എന്താണെന്നറിയോ, നമ്മുടെ പത്തനംതിട്ട എടത്താവളം ഗ്രൗണ്ടിൽ റോബോട്ടൊക്കെ വന്നിട്ടുണ്ട്. റോബോട്ടോ എന്നർത്ഥം നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും അല്ലേ? റോബോട്ട്, പിന്നെ അക്വേറിയം, അതായത് ഓഷ്യാനസിന്റെ അണ്ടർ വാട്ടർ ടണൽ നമ്മുടെ പത്തനംതിട്ട എടത്താവളത്തിൽ വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ചരിത്രത്തിന്റെ ഭാഗത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ പത്തനംതിട്ടയിൽ ഇങ്ങനൊരു സംഭവം വരുന്നത്. റോബോട്ടിനെയൊക്കെ ആരും അടുത്ത് കണ്ടിട്ടില്ലല്ലോ, അപ്പം ഞാൻ അടുത്ത് കാണാൻ പോവാണ്. ഹായ്, വലിയ ചൂടിയിൽ നമ്മൾ തണുപ്പിലേക്ക് പോവാണ്. അണ്ടർ വാട്ടർ ടണൽ കണ്ട, വലിയ വലിയ മീനുകളെ കണ്ട, അടിപൊളി 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 കണ്ട. എന്റെ പൊന്നു മച്ചാമാരെ, പൊളിയാണ് കേട്ടോ, പൊളി, അന്യായം കേട്ടോ. കടലിനുള്ളിൽ കൂടെ നടക്കുന്ന ഒരു ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അന്യായം എന്ന് പറഞ്ഞാൽ അന്യായം, ഒരു രക്ഷയില്ല. നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മീനുകളുണ്ട്. കേട്ടോ, നോക്ക് 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 കണ്ട. കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കേട്ടോ, ഭയങ്കര സന്തോഷമായിരിക്കും. കണ്ട, ഇതിനെയൊക്കെ നമുക്ക് പിടിക്കാൻ തോന്നും, കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് പിടിക്കാൻ തോന്നും. അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല മച്ചാമാരെ, ഒരു രക്ഷയില്ല. ഇനി അടുത്ത ടണലിലേക്ക് നമ്മൾ പോകണേ, അടുത്ത ടണലിലേക്ക് നമ്മൾ പോകണം. നമ്മുടെ പത്തനംതിട്ടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. ചേട്ടാ, ആദ്യമായിട്ടാണെങ്കിൽ അനുഭവം? എവിടെ താമസിക്കുന്നത്? അടുത്ത് തന്നെ. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. എങ്ങനെയുണ്ട് സംഭവം? കണ്ടോ, സൂപ്പർ, അടിപൊളിയാ, അടിപൊളിയാ, ഒരു രക്ഷയില്ലല്ലേ? നമ്മൾ പത്തനംതിട്ടക്കാർക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ്. ഓക്കെ കേട്ടോ. കടലിടുക്കുകൾ മാത്രം കാണാവുന്ന ഒരു കാഴ്ച ഉണ്ടോ, മീനുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതാണ്. വേണ്ട, മീനുകളെല്ലാം കൂടി നിൽക്കുന്നതാണ്. പല കളറുകളിലൊക്കെയുള്ള ഒരുപാട് മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊന്നും അല്ലായിരിക്കും കേട്ടോ, അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അടുത്ത ടണലിലേക്ക് കയറിയിരിക്കുകയാണ് കണ്ടോ, കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ, കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ. അതെ, കണ്ട മോനെ, കണ്ട കണ്ട കണ്ട, വാ വാ, കമോൺ, പോരെ പോരെ, എല്ലാവരും അടിച്ചു കയറി ടണൽ അക്വേറിയം കാണാൻ ഇങ്ങോട്ട് കമോൺ. റോബോട്ടുകളെയൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് നടക്കാൻ പറ്റും, അവനെ ആസ്വദിച്ച് നടക്കാം. പോരെ. ഞാൻ റോബോട്ടുകളുടെ കാലത്തായിട്ട് നിൽക്കുന്നതാണ്, അതായത് റോബോട്ടുകളുടെ ഒപ്പമാണ്. കാണിച്ചു തരാം, ഓരോന്നിനെ കാണിച്ചു തരാം. റോബോട്ട് കണ്ട കൈ തരുന്നുണ്ടോ? അതെ, കൈ പിടിച്ചു വേണ്ടതുണ്ട് ഒന്നുകൂടെ. അതായത് നമ്മൾ വീട്ടിൽ ഡോഗിനെ വളർത്തുന്നതിന് പകരം എല്ലാവിധ വീട് മൊത്തത്തിൽ കാക്കുന്ന റോബോട്ടാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. അതിശയിക്കേണ്ട, സംഭവം സത്യമാണ്. യോ, കടിക്കൂ? ഇല്ലല്ലോ, കടിക്കില്ല. പക്ഷെ മൊത്തം സെൻസറാണ് കേട്ടോ, മൊത്തം നമ്മളെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫുള്ള് ക്യാമറയും കാര്യങ്ങളും എല്ലാം ആണ് കേട്ടോ. ഒന്ന് ചാടിച്ച്, ഇതിനെ ഒന്ന് ചാടിച്ച് ഡാൻസ് ചെയ്യോ? ഡാൻസ് ചെയ്യാൻ പോകണം കേട്ടോ. ഒന്നും ചെയ്യത്തില്ല, കൈ കൊടുക്കാൻ, കൈമായിട്ട് നിൽക്കുന്നത്. കൊടുക്ക ചെല്ലേ, വിളിക്കുന്നോ? ഡോഗാ, ഡോഗ് പിണങ്ങി പോയി. ചെറുത് എന്നെ ചെയ്യുന്നതാണ്ട. ചൈനയിൽ മാത്രം കണ്ടുവരുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് അല്ലേ? ഇത് റോബോട്ടാണ് കേട്ടോ. ഈ റോബോട്ടിന്റെ ഉപയോഗം എന്താ? ഇത് നമ്മൾ മെയിൻലി സപ്ലൈയിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് 3 പ്ലേറ്റിൽ നമുക്ക് ലോഡ് വെച്ച് ക്യാരി ചെയ്തിട്ട് നമ്മളൊരു പോയിന്റ് വെച്ച് സെറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പോയിട്ട് കൊടുക്കേണ്ട അവിടെ സപ്ലൈ ചെയ്യും. അതായത് ഹോട്ടലുകൾക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു റോബോട്ടാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു തടസ്സം, ഒരു ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്തിട്ട് വഴി മാറിയിട്ട് പോകും. അതിന് കൊടുക്കേണ്ട സ്ഥലത്തേക്ക് ഇത് എന്തായാലും കൊണ്ടേ കൊടുക്കും. അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്.
കൊള്ളാമല്ലോ, പൊളിയാണല്ലോ സാധനം. ഇതിന്റെ ഹൈറ്റിനനുസരിച്ചുള്ള റോബോട്ടാണ് നിൽക്കുന്നത്. ഇതിന്റെ ഉപയോഗം എന്താ? ഇത് നമ്മുടെ ഹോട്ടലുകളിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വെക്കുന്ന റോബോട്ടാണ്. അപ്പൊ അവരുടെയും ജോലി പോയി കേട്ടോ. ഇനി അവർക്ക് ജോലിയില്ല. ഇത് ചൈനയെ മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഇത് പ്രത്യേകം എന്താ വെച്ചാൽ എയിൽ വഴിയാണ് ഫുൾ ചെയ്ത്. ഇത് പിന്നെ നമ്മൾ എന്തൊരു ചോദിച്ചാലും അത് റിപ്ലൈ തരും. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇത് ഗസ്റ്റുകളെ കൂട്ടിയിട്ട് റൂം വരെ ഗൈഡ് ചെയ്യാനും ഉണ്ട്. പിന്നെ സംസാരിക്കാൻ പറ്റാത്തവർക്ക് ആൻഡ്രോയിഡ് സ്ക്രീനാണ് വരുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് അവർക്ക് അറിയേണ്ട എല്ലാം അറിയാനും പറ്റും ഇൻഫോർമേഷൻ. ഈ റോബോട്ടിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ചേട്ടൻ എന്റെ ദേഹത്ത് വിട്ടു. ചേട്ടൻ നോടുന്ന എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് പ്രതികരിക്കും, റിയാക്ട് ചെയ്യും. ഇനി റോബോട്ട് പെണ്ണിനെ കണ്ടില്ലെന്ന് പറയില്ലല്ലേ? അതെ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് നമുക്ക് ജസ്റ്റ് വെൽക്കമിങ് റോബോട്ടാണ്. അതായത് നമ്മളെ കല്യാണങ്ങൾക്ക് അങ്ങനെ പൊതുവെ വെൽക്കമിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇതിൽ നമ്മുടെ വല്ല ഗസ്റ്റ് കാർഡോ വല്ല ഫ്ലവേഴ്സോ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് RC വഴി കൺട്രോൾ ചെയ്തിട്ട് ഇത് നമുക്ക് കൺട്രോൾ കൊടുക്കാൻ പറ്റും. അതെ. ഇതെന്ത് റോബോട്ടാ? ഡാൻസിങ് റോബോട്ടാണ്. അതുകൊണ്ടല്ല ഇങ്ങനെ അനുഭവം. എങ്ങനെയുണ്ട് റോബോട്ട്? എങ്ങനെയുണ്ട് റോബോട്ട്? എങ്ങനെയുണ്ട്? എന്റെ പേരെന്തുവാ? ഷിയോന. ബസിയന്നെ എങ്ങനെയുണ്ട്? റോബോട്ടിനെ ഇഷ്ടപ്പെട്ടോ? ഉറക്കപ്പറ. ഇഷ്ടപ്പെട്ടോ? വേണോ? കൊണ്ടുപോകണോ? നമ്മുടെ ചെറുതിനെ കൊണ്ടുപോക്കോ? ഡാൻസ് കളിക്കുന്ന റോബോട്ടിനെ കൊണ്ട് വേണോ? വേണോ? നമസ്കാരം. അയ്യോ എന്റെ കുട്ട എന്തുണ്ട്? വളരെ മെച്ചമായിട്ടുണ്ട്. താങ്കൾ ഇതിനകത്തുണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ലായിരുന്നു. താങ്കൾ നേരത്തെ ഒന്ന് ഇന്റിമേറ്റ് ചെയ്തിരുന്നില്ല ഈ വിഷയം സംബന്ധിച്ച് എന്നൊരു പരാതി എനിക്ക് ഇല്ലാതില്ല. ഉണ്ടെന്ന് ഞാൻ പറയില്ല. തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ടുണ്ട്. ചേട്ടാ നമ്മുടെ ഷോ എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടാ ഷോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ കയറിയേ ഉള്ളൂ. എങ്ങനെയുണ്ട് കണ്ടിട്ട്? കുഴപ്പമില്ല. ഞങ്ങൾ നേരത്തെ ഇവിടെ കണ്ടായിരുന്നു. പക്ഷെ റോബോട്ടിക്സിൻ്റെ നല്ല അല്ലേ? ആദ്യമായിട്ടോ നമ്മളെ പന്ത്രണ്ടിൽ ഇങ്ങനെ ഒരു സംഭവം അല്ലേ? അതെ. ഇനിയിപ്പോൾ ഷോപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ സ്റ്റാളുകളുണ്ട്. അടിപൊളി അടിപൊളി. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങൾക്ക് അലുവ വേണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അലുവാസിൻ്റെ ഒരു കീട്ടിലും ശേഖരം തന്നെ ഇടുന്നുണ്ട് കേട്ടാ. ചൂടുള്ള ചക്കയുടെ അലുവുണ്ട്. ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യണം? പോയി ചൂടില്ലേ? പലതരം അലുവകളുണ്ട്. എവിടെ കടിച്ചാലും മധുരം. ഇവിടെ എന്തൊക്കെ അലുവയുള്ള? പെട്ടെന്ന് പേരെന്ന് പറയാം. ചക്ക, മാങ്ങ, തേങ്ങ, ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി, എല്ലാവരും പിസ്ത എല്ലാം ഉണ്ട്. എന്താണ്? എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ഉണ്ട്. എല്ലാ ഫ്രൂട്ട്സിൻ്റെയാണ്. എസൻസോ കളറോ ഒന്നല്ല. ഒറിജിനലാണ്. ഒറിജിനൽ പക്ക ഒറിജിനൽ. ഇതിൻ്റെ പർപ്പസ് വരുന്നത് ഇപ്പം നമ്മുടെ ബോഡിയിലെ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു വിഷയം വായിച്ചാൽ ഇതെന്താ പോലെ വരുന്ന ഇത് 32 ആണ് മാർക്ക്. 26 32,000 ആണ്. 26,000 കൊടുക്കുന്നുണ്ടല്ലേ? എന്തോർക്കൊക്കെ ഇവിടെ വന്നാൽ മതി. ചേട്ടാ എങ്ങനെ ഉണ്ടായി? ഷോ എങ്ങനെ ഉണ്ടായിരുന്നു? ഷോ നല്ലായിരുന്നു. അല്ലായിരുന്നു. നല്ല കളർ പറഞ്ഞിട്ടല്ല ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സംഭവം? അതെ അതെ അതെ. എങ്ങനെയുണ്ട് റോബോട്ടിന്റെ റോബോട്ടിന്റെ എക്സ്പീരിയൻസ് നല്ലതായിട്ടുണ്ട്. അക്വേറിയമോ? അക്വേറിയം അടിപൊളിയായിട്ടുണ്ട്. മത്സ്യ കന്യക കണ്ടോ? അത് ചോദിക്കേണ്ട കാര്യമുണ്ടല്ലേ? ഷോ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലേ? അപ്പൊ എല്ലാം നമ്മുടെ നാട്ടിൽ വന്ന ഷോ ആണ്. അപ്പൊ വിജയിപ്പിക്കാനുള്ള നമ്മുടെ കടമയാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെയൊക്കെ മാക്സിമം സപ്പോർട്ട് വേണം കേട്ടോ. വീഡിയോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. ചക്കയുടെ വെറൈറ്റി ഐറ്റം ഉള്ളത്? ചക്കയുടെ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളത് ചക്ക അലുവ, ചക്ക വരട്ടി. അത് കഴിഞ്ഞിട്ട് ചക്കയുടെ സ്ക്വാഷ് ഉണ്ട്, ചക്കയുടെ പുട്ടുപൊടി ഉണ്ട്, ചക്കയുടെ അച്ചാറുണ്ട്, ചക്കയുടെ അങ്ങനെ വെറൈറ്റി ഐറ്റംസുകളാണ്. ചക്കയുടെ അച്ചാർ എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആണ്, നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ്ങുകളാണ്. അതുപോലെ ചക്കയുടെ പുട്ടുപൊടി
ചക്കയുടെ പുട്ടുപൊടി എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു ഈ ഷുഗറിനും കൊളസ്ട്രോളും ഉള്ളവർക്ക് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. രോഗങ്ങൾക്കെല്ലാം പ്രതിരോധ ശക്തി ഏറ്റവും കൂടുതലുള്ളതാണ് ചക്കയുടെ പുട്ടുപൊടി. ഓയിൽ റിയോ എന്ന് പറഞ്ഞൊരു ഇമ്മ്യൂണിറ്റി കോഫി പൗഡറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ മായങ്ങളൊന്നും ചേർക്കാതെ ചെയ്യുന്നതാണ്. ഷുഗർ കൺട്രോൾ ചെയ്യുക, പിന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക, പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ ബെസ്റ്റായിട്ട് യൂസ് ചെയ്യും. ഇതിനകത്ത് നമ്മളൊരു 12ഓളം ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. അയമോദകം, കരിഞ്ജീരകം, മഞ്ഞൾ, ഗ്രാമ്പു, അങ്ങനെ കുറച്ച് സ്പൈസസ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇത് മെയിൻലി നമുക്ക് ഒരു 4 ദിവസം നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ ദിവസം ഷുഗർ ചെക്ക് ചെയ്താൽ ഉറപ്പായിട്ടും ഷുഗർ കൺട്രോൾഡ് ആവും. തേനും കാന്താരയും കൂട്ടിയുള്ള അച്ചാറാണ് അല്ലേ? എരിയുണ്ട്, മധുരമുണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. ഇച്ചോട്ട് തരുമോ? സാധനം തട്ടിക്കൊണ്ട് പോകാം കേട്ടോ. നമ്മൾ തട്ടിക്കൊണ്ട് പോകാം കേട്ടോ. പൊന്നു മച്ച 360 ഡിഗ്രിയിലുള്ള വെർച്വൽ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പത്തനംതിട്ടയിലെ നമ്മൾ ഷോയ്ക്ക് വന്നപ്പോൾ കണ്ട 2 വ്യക്തികളെ നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് തോന്നുന്നു. ഹായ്, എങ്ങോട്ടായിരുന്നു ഷോ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞങ്ങൾ വഴക്കോട് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ടയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഷോ വരുന്നേ. കണ്ടുപാട്ടത്താണല്ലോ, അതിന്റെ റോബോട്ട് ഉണ്ട്, അടിപൊളിയല്ലേ? അതെ, ഇതുപോലത്തെ ഒരു ഷോ നമ്മൾ പത്തനംതിട്ടയിൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കണ്ട പല സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതെ, മെർമെയ്ഡ്സ്, അതും നമ്മുടെ നാട്ടിലെ മെർമെയ്ഡ്സ് ഒന്നും അല്ല കേട്ടോ, വിദേശത്തും ഇറക്കുമതി ചെയ്തിരിക്കുന്ന മെർമെയ്ഡ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ എല്ലാം ഒരു കുടക്കീഴിൽ അവർ എല്ലാം അണിച്ചൊരുക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വരിക, നിങ്ങളുടെ ഫാമിലി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുക. ഇത് മിസ് ചെയ്യാതെ ഒരിക്കലും പത്തനംതിട്ടക്കാർ ഇത് മിസ് ചെയ്യാൻ പാടില്ല. അപ്പം മച്ചാന്മാരെ ഒട്ടും മിസ് ചെയ്യാതെ നിങ്ങളിങ്ങ് പോരെ. അടിപൊളി ഷോ എന്ന് വെച്ചാൽ അടിപൊളി ഷോ. ഓണം കഴിഞ്ഞ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഷോ ആണ്. അപ്പം വേറെ കൊല്ലം നമ്മളെ പത്തനംതിട്ടയിലുള്ള ഇടത്താവളത്തിലാണ്. അപ്പോൾ പോരെ, മിസ് ചെയ്യാതെ പോരെ. എൻട്രി ഫീസ് എന്ന് പറയുന്നത് 150 രൂപയേ ഉള്ളൂ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫീസേ ഇല്ല. അപ്പോൾ ഓക്കെ, ബൈ. നിങ്ങളുടെ സ്വന്തം ജോസ് മറാനിയാണേ.